പ്രാർത്ഥിച്ചാൽ, മകനെ രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക. പ്രഭാഷകൻ പറയുകയാണ്, നിനക്കൊരു രോഗം വന്നതിന്റെ പേര് നീ വിഷമിച്ചിരിക്കല്ലേ, മറിച്ച് നിന്റെ രോഗത്തെ സൗഖ്യപ്പെടുത്തുന്ന ഒരുവനുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പോട്ടാശ്രമത്തിലെ കലണ്ടർ, കഴിഞ്ഞ വർഷത്തേക്ക് കലണ്ടറൊക്കെ ഡിസൈൻ ചെയ്ത് തന്നത് ഒരു മാമ്പിള്ളി എന്ന് പറയുന്ന കുടുംബത്തിൽ പിറന്ന ഒരു മിടുക്കൻ ചെറുക്കനാണ്. പ്രിയപ്പെട്ടവര്, ഡൽഹിയിലാണ്. മിടുക്കനായിട്ടുള്ള തോമസ് മാമ്പിള്ളി നന്നായിട്ട് ഡിസൈൻ ചെയ്യും. അങ്ങനെ ജീവിതം അങ്ങനെ വിചാരിക്കുന്നത് പോലെയൊക്കെ അങ്ങോട്ട് മുമ്പോട്ട് നീങ്ങുമ്പോഴാണ് ക്യാൻസർ രോഗം പിടിപെട്ടത്. ക്യാൻസർ രോഗം പിടിപെട്ട് ആദ്യ നാളുകളിൽ ഇയാൾ അത്രമേൽ പരിഭ്രാന്തനായി. അച്ഛാ, മാനസിക രോഗം പോലെയായിരുന്നു ഇയാൾക്ക്. എൻ്റെ ജീവിതം തീർന്നച്ഛാ, എൻ്റെ ജീവിതം തീർന്നു, എൻ്റെ ഭാര്യയും 2 കൈക്കുഞ്ഞുങ്ങളും, എന്താ ഇനി ജീവിതം മുന്നോട്ട് എങ്ങനെ നീങ്ങും? ഒരു പിടുത്തം കിട്ടുന്നില്ല. ആദ്യ നാളുകളിൽ അത്രമേൽ മാനസിക സമ്മർദ്ദം, ജീവിതം മുന്നോട്ട് നീങ്ങുന്നില്ല, വല്ലാണ്ട് ഞെരുക്കം. അനേകരെ ശക്തി കൊടുത്തു. നമ്മുടെയൊക്കെ ധ്യാന മന്ദിരത്തിലെ ശുശ്രൂഷകളിൽ അദ്ദേഹം പങ്കെടുത്തു. അങ്ങനെ ബലം പ്രാപിച്ച് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിഞ്ഞ വർഷത്തെ 2025 2024 കലണ്ടർ ഡിസൈൻ ചെയ്യുമ്പോൾ അദ്ദേഹം ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നു. ക്യാൻസർ ചികിത്സയുമായിട്ട് ആശുപത്രി കിടക്കുമ്പോൾ ആശുപത്രി ഇരുന്നുകൊണ്ടാണ് ആ മനുഷ്യൻ ആ കലണ്ടർ, ഇപ്പൊ കാണുന്ന നമ്മുടെ കലണ്ടർ ഡിസൈൻ ചെയ്തത്. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം ഈ ആലയത്തിൽ ആ മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, കർത്താവ് എനിക്ക് അങ്ങനെ ഒരു രോഗമൊക്കെ ഉയർത്തിയത് കൊണ്ട് ഇന്ന് എൻ്റെ ജീവിതത്തെ കർത്താവ് വിശുദ്ധീകരിച്ചു. ഇദ്ദേഹത്തിന് അനേക ദുശീലങ്ങൾ വിട്ടുമാറി എന്ന് മാത്രമല്ല, സമ്പൂർണമായ സൗഖ്യം നൽകി ആ മനുഷ്യന് ദൈവം ഉയർത്തി. വിശ്വസിക്കുന്നവര് 2 കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നല്ലൊരു കയ്യടി കർത്താവായി ഈശോയ്ക്ക് കൊടുത്തേ. ഹല്ലേലൂയ, ഹല്ലേലൂയ.